അതെ, വിവാദം കത്തിപ്പടരുകയാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാളം TV ലൈവ് രുദ്ര ദിലീപ് എന്നൊരു കലാകാരന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ വീഡിയോയിലൂടെ ശ്രീ രുദ്ര ദിലീപ് വലിയൊരു ഭൂതത്തിനെയാണ് പുറന്നുറന്നു വിട്ടത്. കാര്യം എന്താണെന്നല്ലേ? മഹാത്മാ അയ്യൻകാളിയുടെ മാതാപിതാക്കൾ ശ്രീനാരായണ ഗുരുവിന്റെ മാതാപിതാക്കളാണ് എന്ന രീതിയിൽ തെറ്റായി അച്ചടിച്ച ഒരു പുസ്തകത്തെ പറ്റിയായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവമാണെന്നും ആ ചിത്രം തെറ്റായി തന്നെയാണ് അച്ചടിച്ച് വന്നതെന്നും വളരെ ആധികാരികമായി പറയുന്നത് ഇന്ന് കേരളത്തിലെ ചരിത്ര ഗവേഷകന്മാരിൽ ഒരാളായ ശ്രീ ചെറായി രാംദാസ് സാറാണ്. 1945 കേരളത്തിലെ സാഹിത്യകാരന്മാരെ പ്രസാധകരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കോട്ടയം ജില്ല ആസ്ഥാനമാക്കി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നൊരു സംഘം രൂപീകരിക്കുന്നതും അതിന്റെ പബ്ലിഷിംഗ് വിഭാഗമായി NBS എന്ന പ്രസ്ഥാനം വരികയും ചെയ്യുന്നത്. ഇനി ഈ സഹകരണ സംഘം ഉണ്ടാക്കുന്നതാകട്ടെ കേരളത്തിലെ പ്രഗത്ഭരായ 3 വ്യക്തിത്വങ്ങളാണ്. മേനാച്ചേരി പൗലോസ് പോൾ എന്ന MP പോൾ കേരളത്തിലെ പ്രശസ്തനായ സാഹിത്യ നിരൂപകന്മാരിൽ ഒന്നാണ്. അടുത്തയാൾ കാരൂർ നീലകണ്ഠപിള്ള എന്ന മലയാളത്തിന്റെ ചെറുകഥാകൃത്ത്. മൂന്നാമത്തെ ആൾ DC കിഴക്കേമുറി, അതായത് DC ബുക്സിന്റെ സ്ഥാപകനായ ഡൊമിനിക് ചാക്കോ എന്ന വ്യക്തി. ഈ 3 പ്രഗത്ഭരായ വ്യക്തികൾ ചേർന്നുണ്ടാക്കിയ ഒരു സംഘവും അതിന്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ് ഈ പറയുന്ന NBS. NBSലാണ് ഇത്തരത്തിലുള്ള വലിയൊരു NBS പ്രസിദ്ധീകരിച്ച ശ്രീനാരായണ ഗുരു 9ാം വാല്യം, അത് സാനുമാഷ് എഴുതിയ ശ്രീനാരായണ ഗുരുവിന്റെ 9ാം വാല്യത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു അപരാധം തെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ഒരു ഖേദമോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രകടിപ്പിക്കാൻ ഇതുവരെ NBS തയ്യാറായിട്ടില്ല. ഈ കാര്യങ്ങൾ ഞങ്ങൾ പ്രശസ്തരായ എഴുത്തുകാരനും അധ്യാപകനുമായ സാനുമാഷിന്റെ പ്രതികരണത്തിന് വേണ്ടി അദ്ദേഹത്തോട് അഭിപ്രായം ആരാഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം മാഷേ. മാഷ് 1975 NBSലൂടെ പ്രകാശനം ചെയ്ത ശ്രീനാരായണ ഗുരുസ്വാമി എന്ന പുസ്തകത്തിൻ്റെ 9ാം പതിപ്പിൽ ചില വിവാദപരമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. അതിനെപ്പറ്റി മാഷിൻ്റെ അഭിപ്രായം ഒന്ന് പറയാമോ? ആ പുസ്തകം എഴുതിയ കാലത്ത് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വിമർശകന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആദ്യം ഭാവി തലമുറയോട് ഞാൻ ചെയ്ത ഒരു സേവനമാണതെന്ന് ജോസഫ് മുണ്ടശ്ശേരിയാണ് പറഞ്ഞത്. മുണ്ടശ്ശേരി ഭാഷപ്പോൾ VT ഭട്ടതിരിത്താളും അത് തന്നെ പറഞ്ഞു. ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഞങ്ങൾ കാത്തിരുന്നതാണ്, ഇപ്പോഴെങ്കിലും കിട്ടിയ നന്നായി, അത് കേരളത്തിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും അത് തന്നെ പറഞ്ഞു. അങ്ങനെയുള്ളവരെല്ലാം നല്ല അഭിപ്രായം അക്കാര്യത്തിൽ KPS മേനോൻ തുടങ്ങിയവരൊക്കെ പ്രശംസിച്ചു. അതിന് പ്രചാരം ഉണ്ടാവുകയും ചെയ്തു. 2024 ഓപ്പൺ ഡോർ മീഡിയ പുറത്തിറക്കിയ സുവർണ ജൂബിലി പതിപ്പിൽ ഗുരുചരിതത്തിൻ്റെ സുവർണ വർഷങ്ങൾ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം മാഷ് കണ്ടിരുന്നു. എന്താണ് അതിൻ്റെ അഭിപ്രായം? ചില ആവർത്തനമുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ഔചിത്യഭാസുരമാക്കി അദ്ദേഹം മാറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാധകർക്ക്. പിന്നെ അന്ധവിശ്വാസങ്ങൾ, അത്ഭുതങ്ങൾ ഇതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതാണ് വേറൊരു പ്രത്യേകത. എല്ലാവരും അത്ഭുതവും മറ്റൊക്കെയാണ് പറയുന്നത്. ഞാനത് പറയാറില്ല. ഉണ്ടായിരിക്കാം അത്ഭുത സിദ്ധികൾ, പക്ഷെ ഞാൻ അതല്ല ഒരു മഹാത്മാവിന്റെ മഹനീയത വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളല്ല. അത്ഭുതങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന മിറക്കിൾസ്. ഗുരുവിനെ കുറിച്ച് ധാരാളം അത്ഭുതങ്ങൾ ഒന്നിനൊന്ന് മാറ്റി 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 പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. ഞാൻ അത്ഭുതങ്ങൾ പറയാതെ അത് എഴുതുകയാണ് ചെയ്തത്. അപ്പൊ ആ മാറ്റങ്ങൾ കുറെ കൂടി ഔചിത്യഭാസുരമാക്കി ഈ പുതിയ പതിപ്പിൽ കരുതിയിട്ടുണ്ട്. പടങ്ങളും ചേർത്തിട്ടുണ്ട്. ഇത് പടത്തിന്റെ ഒരു കാലമാണ്. എന്തിനും പടം, മാസികയിലും അക്ഷപ്പതിപ്പും പത്രം എടുത്താലും പടമാണ് അവർക്ക് വേണ്ടത്. അപ്പൊ പടങ്ങളൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ പ്രിന്റ് ഗൽറ്റിട്ട കവറും ഒക്കെ ആദ്യമായിട്ട് ഇറങ്ങുകയാണ്. ഇതിനൊക്കെ ഇറങ്ങിയിട്ടില്ല. അതിന് അതിന്റെ നവീനതയുണ്ട്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം ആധുനിക പ്രസക്തിയും. 2024 സുവർണ ജൂബിലി പതിപ്പിന് മുമ്പ് NBS പബ്ലിഷേഴ്സ് പുറത്തിറക്കിയ 2023 9ാം പതിപ്പ് ശ്രീനാരായണ ഗുരു എന്ന പുസ്തകത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ മാതാപിതാക്കളുടെ ചിത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ എന്ന പേരിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രഗത്ഭരായ ചില ചരിത്രകാരന്മാർ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അങ്ങനെ പടമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല.
പറയുന്നവർ പറയുന്നതിനെയും അടിസ്ഥാനപരമായി പറയുകയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അയ്യങ്കാളിയും കുടുംബം ഒന്നിച്ച് പടം എടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഗുരുവുള്ളപ്പോൾ പടം എടുത്തിട്ടുണ്ടോ നിശ്ചയമില്ല. ഇതൊന്നും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അയ്യൻകാളിയുടെ മാതാപിതാക്കളുടെ ചിത്രമാണ് അയ്യൻകാളിയുടെ ഇതിലുണ്ടല്ലോ. മാതാപിതാക്കളുടെ ചിത്രം ഗുരുവിന്റെ മാതാപിതാക്കളാണ് എന്ന് ഒരു തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആ പുസ്തകത്തിൽ അച്ചടിച്ചു. മാതാപിതാക്കൾ ഗുരുവിന്റെതല്ലേ പടം? മഹാത്മാ അയ്യൻകാളിയുടെ മാതാപിതാക്കളുടെ ചിത്രമായിരുന്നു. അത് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. ആ പടം ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെയും ഇത് അയ്യങ്കാളിയെ പറഞ്ഞ് തിരിച്ചറിയാം. പക്ഷെ അത് എന്റെ കുടുംബമാണോ ഇല്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇന്നലെ മറ്റേ ചെറായി രാമദാസ് ഒരാൾ അത് വ്യാജമാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഒരാൾ കൊണ്ട് തന്നെ കേൾപ്പിച്ചു. അതും ആധികാരികമല്ല. അവർക്കാർക്കും ഇതിന്റെ വാസ്തവം അറിയില്ല. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് അയ്യങ്കാളി പ്രശസ്തനായപ്പോൾ പടം എടുത്തു കാണും കുടുംബത്തിലേക്ക്. അതൊരു അബദ്ധമാണെന്ന് അങ്ങനെ സാറിനെ അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പം ഒരു ആധികാരികമായിട്ടൊരു കോപ്പി സാറിനെ അവർ കാണിക്കേണ്ടതല്ലേ? അതെ അതെ അത് പിന്നെ നാഷണൽ ബുക്ക് സ്റ്റോൾ എന്ന് പറയുമ്പോൾ SPCS അവിടെ ഇങ്ങനെ എല്ലാം ചിട്ടയായിട്ട് നടക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അവർ മനഃപൂർവ്വമായിരിക്കില്ല. സ്വാഭാവികമായിട്ടും അത് 8-9 വർഷം മുമ്പേ അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇങ്ങനെ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിലവില് സോഷ്യൽ മീഡിയ വഴിയും എല്ലാം പ്രചരിക്കുന്നുണ്ട്. അത് നാരായണ ഗുരുവിന്റെ മാതാപിതാക്കളാണെന്ന് പ്രചരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ആ ഫോട്ടോ അയ്യൻകാളിയുടെ മാതാപിതാക്കളാണ് എന്ന് 8-9 വർഷമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലും ഇത് കണ്ടു. സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ ആരെങ്കിലും ഈ തെറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആ പബ്ലിഷേഴ്സ് അത് തെറ്റേറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ അത് തെറ്റ് തിരുത്തേണ്ട ഒരു കടമ അവർക്കില്ലേ? അല്ല, ഇനി അടുത്ത പതിപ്പില്ലേ തിരുത്താൻ പറ്റുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞ ഒരു പതിപ്പിന് തിരുത്താൻ പറ്റില്ല. അച്ചടിച്ചു പോയില്ലേ. അവർക്ക് വേണമെങ്കിൽ ഒരു പ്രസ്താവന വെച്ച് ഇറക്കി, അത്രേ ഉള്ളൂ. അതെ, പ്രസ്താവനയാണേലും ഇറക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ പുസ്തകങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ഒരു ധാരണ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അവർക്ക് തിരുത്താൻ ഒരു ബാധ്യതയില്ലേ? അതിനെപ്പറ്റി സാർ എന്താ പറയാനുള്ളത്? നിർവഹിക്കാമെന്ന് വിചാരിക്കാം. അതാണ് സാർ, പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ അവര് തെറ്റിദ്ധരിക്കുകയല്ലേ ഇതാണ് എന്നുള്ളത്. അതെ അതെ. മാതാപിതാക്കളുടെ ചിത്രമാകുമ്പോ അതത്ര നിസ്സാര കാര്യമല്ലല്ലോ. സ്വാഭാവികമായിട്ടും മഹാത്മാ അയ്യങ്കാളിയുടെ മാതാപിതാക്കളാണെന്ന് പറയുമ്പോൾ അതിനൊരു അഭിമാനം ആ ഒരു സമൂഹം ഉൾപ്പെടുന്ന ആളുകൾക്കും. ഇതങ്ങനെയല്ല എന്ന് കേൾക്കുമ്പോൾ ഒരു അപമാനം അവർക്കും ഉണ്ടാകാൻ പാടില്ലേ? നാരായണ ഗുരുവിന്റെ പാദം പിന്തുടരുന്ന ആളുകൾക്കാണേലും ഇത് അങ്ങനെയല്ല, ഒരു തെറ്റായ ഒരു കാര്യമാണ്. ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ആളുകളാണല്ലോ അവര്. നവോത്ഥാന നായകരാണ്. അപ്പോ അങ്ങനെയുള്ള ആ മഹത് വ്യക്തിത്വങ്ങളുടെ മാതാപിതാക്കളെയാണ് മാറ്റി മാറ്റി ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊരു തെറ്റ്, ഭയങ്കര തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ ഇടയിലേക്ക് ഈ പുസ്തകം ചെല്ലും തോറും അവരുടെ ഉള്ളിലും ഇത് പതിയെ അവർക്ക് അറിയാതെ ചെയ്തതായിരിക്കും. തെറ്റെന്ന് പറയുന്നത് അബദ്ധമാണ്. അതാണ് നല്ല വാക്ക്. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്ത് അക്ഷരച്ചൂടെ പുസ്തകം മാറ്റാൻ പറ്റില്ല. അല്ല, അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചെയ്തത് തെറ്റാണ് എന്ന് പറയാം. അത് വെരിഫൈ ചെയ്യേണ്ടതായിരുന്നു ആരെങ്കിലും കാണിച്ച്. അതിൽ പ്രസാധകരുടെ ചുമതലയാണ്. ഇപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എഴുത്തച്ഛന്റെ പടമുണ്ട്, ചെറുശ്ശേരിയുടെ പടമുണ്ട്. അവിടെ ഒന്നും ഫോട്ടോഗ്രാഫിയേ ഇല്ല, ആരും വരച്ചിട്ടുമില്ല. അപ്പൊ സങ്കല്പിച്ചൊരു പടം വയ്ക്കുകയാണ്. ആരെങ്കിലും വയസ്സന്മാരെ വിളിച്ച്. സർ, ചരിത്ര ഗവേഷകൻ ശ്രീ ചെറായി രാമദാസാണ് ഇത് തെറ്റാണ് എന്ന് ആധികാരികമായി പറഞ്ഞിരിക്കുന്നത്. 1994 മഹാത്മാ അയ്യങ്കാളിയുടെ കുടുംബാംഗമായ കൃഷ്ണൻ എന്നയാളെ ഈ ചിത്രം മഹാത്മാ അയ്യങ്കാളിയുടെ മാതാപിതാക്കളാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന് അയച്ച കത്ത് തെളിവായി അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഞാൻ കേട്ടു. പക്ഷേ തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അത് ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അത് ഇതുവരെയും ചെയ്തിട്ടില്ല. നിസ്സാരക്കാരായ 2 വ്യക്തികളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്.
കേരളത്തിലെ പ്രധാനപ്പെട്ട 2 നവോത്ഥാന നായകന്മാരെ പറ്റിയാണ് പരാമർശിച്ചിട്ടുള്ളത്. പ്രസാദകരല്ലേ? സുവർണ ജൂബിലി പതിപ്പിനെ പറ്റി മാഷിന്റെ അഭിപ്രായം എന്താ? നല്ലതാണ്, ഇംപ്രസീവാണ്. കവറ് ഉള്ളടക്കത്തിലും നല്ല ഉണ്ട്. ഇപ്പൊ ഈ സുവർണമയമായ ചെയ്യും അത് ഇത് അർഹിക്കുന്നതാണ്, അങ്ങനെ ശ്രീ വരേണ്ടത്. പിന്നെ ആകെ കൂടി പിശ കുറവാണ്. ഞാൻ നോക്കിയെടുത്തോളാം, എല്ലാം ഞാൻ വായിച്ചില്ല. മാഷിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി.